നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തനും തുവരപ്പരിപ്പും ക്യാരറ്റും കൂടിയുള്ള ഒരു എരിശ്ശേരിയാണ്. പിന്നെ കറിവേപ്പില കീറിയിട്ടുണ്ട്, പച്ചമുളക് കീറിയതിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, വെള്ളം കൂടുതൽ വേണ്ട, അത് അധികം അങ്ങനെ കുറച്ച് വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. ഇതിൽ കാണുന്നുണ്ടല്ലോ അതേ രീതിയിൽ ഉള്ള വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ കുക്കറിൽ വേവിക്കണം. ക്യാരറ്റ് ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. ക്യാരറ്റ് പൊതുവേ നല്ലതാണല്ലോ, വിറ്റാമിൻ സി കൂടുതലുള്ള ഇതാണല്ലോ ക്യാരറ്റ്. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, തൊലിക്ക് നല്ലതാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇടാൻ പറ്റുന്ന കറികൾക്കൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തേത് ഈ ക്യാരറ്റ് ഇട്ടുന്നത് കൊണ്ട് ഒരു ടേസ്റ്റും കൂടി കറിക്ക്. ഇന്നത്തേത് തുവരപ്പരിപ്പും മത്തനും ക്യാരറ്റും കൂടിയുള്ള ഒരു എരിശ്ശേരിയാണ്. ഇപ്പോൾ മത്തൻ്റെ വേവ് പാകമായിട്ട് ഇതിൽ തേങ്ങ ഒഴിക്കാൻ പോവുകയാണ്. എരിശ്ശേരിയിൽ തേങ്ങ ഒഴിക്കാണ്. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കളച്ച് വരണം, എന്നിട്ട് ഒരു വറവ് ഇടണം. കളച്ച് പാകമായിട്ടുണ്ട്. കറിയിൽ തേങ്ങയിൽ ചെറിയ ജീരകവും 1 ടീസ്പൂണ് 2 ചെറിയ ഉള്ളി ഇതും കൂടി അരച്ച് കലക്കിയ തേങ്ങയാണ്. ഈ കറിവേപ്പിലിട്ട് അതിന് വറവിടാം. വറവിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകിട്ടുണ്ട്. കുറച്ച് തേങ്ങയും 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ആണ് വറവിടുന്നത്. കുറച്ച് തേങ്ങ മതി. നമ്മൾ മത്തനിടുമ്പോൾ ഒരുപാട് മത്തൻ്റെ മത്തൻ ഇട്ടുകൊണ്ട് വേണം. കുറച്ച് തേങ്ങ കൊടുക്കുന്നുണ്ട്. തേങ്ങ മുട്ടിലൊക്കെ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറവ് പാകമായിട്ട്